Alhamdulillah, Alhamdulillahi Rabbil Alameen. Allahumma salli ala Muhammadin wa ala ali Muhammad. നമുക്കിനി സൂറത്തുൽ അംഫാലിലെ 54-ാമത്തെ സൂക്തമാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. كدأب آل فرعون والذين من قبلهم كذبوا بآيات ربهم فأهلكناهم بذنوبهم وأغرقنا آل فرعون وكل كانوا ظالمين. കദഅബി ആലി ഫിർഔൻ, ഫിർഔനിൻ്റെ ആളുകളുടെ കീഴ്വഴക്കം പോലെ, അവരെ അള്ളാഹു കൈകാര്യം ചെയ്ത കീഴ്വഴക്കം പോലെ. ദഅബ് നമ്മൾ അർത്ഥം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അവർക്കുണ്ടായ നടപടി പോലെ, അവരോടുണ്ടായ സമീപനം പോലെ, സമ്പ്രദായം പോലെ എന്നൊക്കെയാണ് കദഅബി ആലി ഫിർഔന. ഫിർഔനിൻ്റെ ആളുകൾ, ആളുകൾ ആൾക്കാർ, ഫിർഔനിൻ്റെ ആൾക്കാരോടുണ്ടായ നടപടി പോലെ തന്നെ, അല്ലെങ്കിൽ സമ്പ്രദായം പോലെ തന്നെയാണ്. വല്ലദീന മിൻ ഖബ്ലിഹിം, അവർക്കു മുമ്പുണ്ടായവരോടുള്ള നടപടിക്രമം പോലെയും. കദ്ദബൂ ബി ആയാത്തി റബ്ബിഹിം, അവരൊക്കെയും അള്ളാഹുവിൻ്റെ വചനങ്ങളെ, സൂക്തങ്ങളെ തള്ളിക്കളഞ്ഞു. ഫഅഹ്ലക്നാഹും, നാം അവരെ ശിക്ഷിച്ചു, നശിപ്പിച്ചു. ബിദുനൂബിഹിം, അവരുടെ കുറ്റങ്ങൾ കൊണ്ട്. വഅഗ്റഖ്ന ആല ഫിർഔന, ഫിർഔനിൻ്റെ ആളുകളെ നാം മുക്കിക്കൊന്നു. വകുല്ലും കാനൂ ളാലിമീൻ, എല്ലാവരും അക്രമികളായിരുന്നു. ഈ ഫിർഔന് അർത്ഥം മനസ്സിലാക്കി നമ്മൾ മുമ്പ് 2 പ്രാവശ്യം മുമ്പ് വന്ന വാക്കാണ്, ഞാൻ ആവർത്തിക്കണില്ല. അള്ളാഹു ഒരു വിഭാഗത്തിന് നൽകിയ നിഅമത്തുകളെ, ലം യകു മുഗയ്യിറൻ നിഅമത്തൻ അൻഅമഹ അലാ ഖൗമിൻ എന്ന ഒരു അള്ളാഹുവിൻ്റെ തത്വം കഴിഞ്ഞ സൂക്തത്തിൽ പറഞ്ഞു. അള്ളാഹു ഒരു വിഭാഗത്തിന് നൽകിയ നിഅമത്തുകളെ അവരതിനുള്ള അർഹത നശിപ്പിക്കുന്നതുവരെ, അവർക്ക് അതിനുള്ള അർഹത അവർ സ്വയം നഷ്ടപ്പെടുത്തുന്നതുവരെ അള്ളാഹു മാറ്റൂല. പക്ഷെ അത് ചിലപ്പോൾ ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോകും. അതാണല്ലോ കഴിഞ്ഞ സൂക്തത്തിൽ നമ്മൾ പഠിച്ചത്. ലം യകു മുഗയ്യിറൻ നിഅമത്തൻ അൻഅമഹ അലാ ഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. ആ അനുഗ്രഹത്തിനുള്ള അർഹത അവരിൽ ഇല്ലാതെ ആകുന്നതോടുകൂടി അള്ളാഹു അനുഗ്രഹത്തെ അവരിൽ നിന്ന് മാറ്റിക്കളയും എന്ന് സൂചിപ്പിച്ചു. അതുതന്നെയാണ് ഫിർഔനിനും സംഭവിച്ചത്. ഫിർഔനിന് ഒരുപാട് അനുഗ്രഹങ്ങളും ഒരുപാട് അവസരങ്ങളും ഒരുപാട് സൗകര്യങ്ങളും അയാൾക്കും അയാളുടെ ആളുകൾക്കും അല്ലാഹു കൊടുത്തു. പക്ഷേ അത് നിലനിർത്തുന്നതിനാവശ്യമായ യോഗ്യത അയാൾക്ക് ഇല്ലാതെ പോയപ്പോൾ അള്ളാഹു പിടികൂടി. അതാണ് കദ്ബി ആലി ഫിർഔന, ഫിർഔനിൻ്റെ ആളുകൾക്കുണ്ടായ നടപടിക്രമം പോലെ തന്നെ. ഇതേ സൂക്തം അല്പം പദവ്യത്യാസത്തോടു കൂടി നമ്മൾ 52 കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആയത്, കഴിഞ്ഞ പേജിൽ അവസാനത്തെ ആയത് കദ്ബി ആലി ഫിർഔന, അവിടെ അതിനല്ലേ പറഞ്ഞത്. വല്ലദീന മിൻ ഖബ്ലിഹിം, വല്ലദീന മിൻ ഖബ്ലിഹിം, അവിടെ അങ്ങനെ തന്നെ. കഫറു ബി ആയാത്തില്ലാഹി, അവർ അള്ളാഹുവിൻ്റെ വചനങ്ങളെ നിഷേധിച്ചു. ഇവിടെ പറഞ്ഞ് കദ്ദബൂ ബി ആയാത്തി റബ്ബിഹിം ഫഅഖദഹുമുല്ലാഹു ബിദുനൂബിഹിം, ഇവിടെ ഫഅഹ്ലക്നാഹും ബിദുനൂബിഹിം ഇന്നല്ലാഹ ഖവിയ്യുൻ ശദീദുൽ ഇഖാബ്. ഇതേ കാര്യം സൂറത്ത് ആലു ഇമ്രാനിലെ 11-ാമത്തെ ആയത്തിലും വന്നിട്ടുണ്ട്, അല്പം പദവ്യത്യാസത്തോടു കൂടി. വാചകങ്ങളിൽ അല്പം ചെറിയ ഒരു വാക്കിൻ്റെ വ്യത്യാസം വന്നാൽ ഊന്നലിൽ മാറ്റം വരും. പ്രത്യക്ഷത്തിലെല്ലാം ഒരേപോലെ. ഖുർആനിലെ ആവർത്തനം യഥാർത്ഥത്തിൽ ആവർത്തനമല്ല, അത് ആ സന്ദർഭത്തിൽ അവിടെ ഊന്നലിന് വ്യത്യാസം ഉണ്ടാകും, ആ ആശയത്തിന് വ്യത്യാസം ഉണ്ടാകും. മലയാളത്തിലും നമ്മൾ ചിലപ്പോൾ അങ്ങനെയൊക്കെയുള്ള പദങ്ങളുണ്ട്. ഇപ്പം നമ്മൾ വീട്ടിൽ നിന്ന് യാത്ര പോകുമ്പോൾ എന്നാ ഞാൻ പോവുക കേട്ടോ, അല്ലെങ്കിൽ ഞാൻ പോവുകയാണ് എന്ന് പറയാറുണ്ട്. എന്നാൽ ഞാൻ പോവാണ്. ഉമ്മാനോട് പറയുമ്പോൾ
അല്ലെങ്കിൽ ഭാര്യയോട് പറയുമ്പോൾ ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞ ആവശ്യത്തിന് പോവുകയാണ് എന്ന് പറയും. നേരെ മറിച്ച് ഒരാൾ വന്നിട്ട് ഞാൻ ഇപ്പോൾ പോവുകയാണ് എന്ന് പറഞ്ഞാൽ എന്താകും അതിൻ്റെ അർത്ഥം? ഇപ്പോൾ എന്ന് വാക്ക് കൂട്ടിച്ചേർത്തു. അതൊരു കടം കിട്ടാണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഭീഷണിപ്പെടുത്താൻ വേണ്ടി ഞാൻ പിന്നെയും വരും എന്നതിൻ്റെ അർത്ഥം അല്ലേ? ഞാൻ ഇപ്പോൾ പോവുകയാണ്. ഉമ്മാനോടെ ഭാര്യ ഞാൻ പോവുകയാണ്, അവിടെ ഇപ്പോൾ ഒന്ന് കൂട്ടിച്ചേർത്തു. അപ്പോൾ വലിയ വ്യത്യാസം വന്നു, വലിയ അർത്ഥവ്യത്യാസം. നമ്മൾ സിനിമകളിലൊക്കെ ചില ഡയലോഗുകൾ ഇങ്ങനെ കേൾക്കാറുണ്ട്. ഒരു പദത്തിൽ ഒരക്ഷരത്തിലോ ഒക്കെ മാറ്റം വന്നാൽ അർത്ഥത്തിൻ്റെ ഊന്നലിന് വലിയ വ്യത്യാസം ഉണ്ടാവും. നമ്മൾ ഉമ്മാനോട് ഞാൻ പോവുകയാണെന്ന് പറയണതും ഒരു കടം തിരിച്ചു ചോദിക്കാമെന്നല്ല ഞാൻ ഇപ്പോൾ പോവുകയാണെന്ന് പറഞ്ഞാലും വലിയ മാറ്റമായല്ലോ. ഒരു ഉദാഹരണമായിട്ട് നമ്മൾ അതെ, ഞാൻ വരട്ടെ എന്ന് പറയുമ്പോൾ ഞാൻ പൂർണ്ണമായി വിട്ടു പോവുകയല്ല, എനിക്ക് ഇനി ഇങ്ങോട്ട് വരാൻ ആഗ്രഹമുണ്ട്, ഞാൻ വരും. അതാണ് അപ്പം അതിൻ്റെ അർത്ഥം. ഇങ്ങനെ പദങ്ങളിൽ അല്ലെങ്കിൽ അക്ഷരങ്ങളിലൊക്കെ വരുന്ന ചെറിയ മാറ്റം അർത്ഥധ്വനികളിൽ വലിയ വ്യത്യാസം ഉണ്ടാക്കും. അതാണ് ഇവിടെ 3 സ്ഥലത്ത് 3 ഊന്നലുകളുണ്ട്. സൂറത്ത് ആൽ ഇമ്രാനിലെ 11-ാമത്തെ സൂക്തത്തിലെ ഊന്നലിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ശത്രുക്കൾ അല്ലെങ്കിൽ ധർമ്മനിഷേധികളെ സംബന്ധിച്ചിടത്തോളം ഇതേ പദങ്ങളാണ് വന്നിരിക്കുന്നതിന് ചെറിയ വ്യത്യാസമുണ്ട്. ആൾബലം ആളുകളെ സഹായിക്കൂല. ശത്രുക്കൾക്ക് ആൾബലം ഉള്ളത് കൊണ്ട് അവർ രക്ഷപ്പെട്ടു കൊള്ളണം എന്നില്ല എന്നാണ് സൂറത്ത് ആൽ ഇമ്രാനിലെ 11-ാമത്തെ സൂക്തത്തിൽ അള്ളാഹു തആല ഉണർത്തിയിട്ടുള്ളത്. ഇവിടെ ഈ സൂറത്ത് അൻഫാലിലെ 52-ാമത്തെ സൂക്തം സംബന്ധിച്ചിടത്തോളം അള്ളാഹു തആല ദുർജനങ്ങൾക്ക് അവസരം കൊടുക്കും, അവരെ ചെറിയ ചെറിയ ശിക്ഷകൾ കൊണ്ട് പരീക്ഷിക്കും, അവർ തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. എവിടേക്ക് തിരിച്ചു വരാൻ? അള്ളാഹുവിലേക്ക് തന്നെ തിരിച്ചെത്താം. ഇവിടെ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിടത്തോളം ഫിറഔന്റെ കാര്യം ഊന്നി പറഞ്ഞപ്പോൾ ഒരു ജനസമൂഹത്തിന് അള്ളാഹുവിൻ്റെ ഭൂമിയിൽ ജീവിക്കാനുള്ള അർഹത നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹു തആല അവരെ മുച്ചൂട് നശിപ്പിക്കും. അങ്ങനെ 3 സ്ഥലങ്ങളിൽ അല്പം ചില പദവ്യത്യാസത്തോടു കൂടി ഒരേ ആയത്തും ഒരേ കാര്യം ആവർത്തിക്കുമ്പോൾ അതിന് ഊന്നലുകളിൽ അതിൻ്റെ അടിസ്ഥാന ആശയങ്ങളിൽ വലിയ വ്യത്യാസമുണ്ടാകുന്നുണ്ട് എന്നുകൂടി നമ്മൾ കൂട്ടത്തിൽ മനസ്സിലാക്കണം. ഖുർആൻ ഒരു കാര്യം പറയുമ്പോൾ ആവർത്തിച്ചു പറഞ്ഞു എന്ന് പറയുമ്പോൾ അതിലൊക്കെ ആവർത്തനമല്ല യഥാർത്ഥത്തിൽ അവിടെ ഉൾക്കൊള്ളേണ്ട അർത്ഥം ആശയം ഒന്ന് അല്പം വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. ഫിർഔനിൻ്റെ ആളുകൾക്കുണ്ടായ പതിവ് പോലെ അഥവാ സമ്പ്രദായം പോലെ അല്ലെങ്കിൽ അവരോടുണ്ടായ നടപടിക്രമം പോലെ വല്ലദീനമീൻ ഖബ്ലിഹിം അവർക്ക് മുമ്പും അതൊക്കെ ഉണ്ടായത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? മുൻ സൂക്തത്തിൽ പറഞ്ഞ 53-ാമത്തെ സൂക്തത്തിൽ പറഞ്ഞ തത്വപ്രകാരം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അതാണ് കദബി ആലി ഫിറൗൻ. അതിന് ഉദാഹരണം പറഞ്ഞതാണ് ഫിറൗനിൻ്റെ ആളുകൾക്കുണ്ടായതുപോലെ. വല്ലദീനമീൻ ഖബ്ലിഹിം മുമ്പുണ്ടായ ഒരുപാട് ആൾക്കാർ, നോഹ് നബിൻ്റെ ജനതയുണ്ട്, ഷുഐബ് നബി അലൈഹി സ്വലാമയുടെ മിദ്യാൻകാരുണ്ട്, ഹൂദ് നബി അലൈഹി സ്വലാമയുടെ. അതാണ് വല്ലദീനമീൻ ഖബ്ലിഹിം കദ്ദബൂ ബി ആയാത്തി റബ്ബിഹിം. അവരൊക്കെ അള്ളാഹുവിൻ്റെ വചനങ്ങളെ, അള്ളാഹുവിൻ്റെ സൂക്തങ്ങളെ അല്ലെങ്കിൽ ദൃഷ്ടാന്തങ്ങളെ തള്ളിക്കളഞ്ഞു. ഖുർആൻ വചനങ്ങളെ തള്ളിക്കളഞ്ഞവരാണ് ഖുറൈശികൾ. ആയാത്ത് പറഞ്ഞാൽ നമുക്കറിയാലോ 3 അർത്ഥത്തിൽ ഖുർആൻ തന്നെ പ്രയോഗിച്ചിട്ടുണ്ട്. അതുപോലെ മുൻഗാമികളെ ഹൂദ് നബി അലൈഹി സ്വലാമയുടെ ജനത തള്ളിക്കളഞ്ഞത് അദ്ദേഹത്തിൻ്റെ അധ്യാപനങ്ങളെയാണ്. സാലിഹ് നബി അലൈഹി സ്വലാമയുടെ ജനത തള്ളിക്കളഞ്ഞത് അദ്ദേഹത്തിൻ്റെ അധ്യാപനങ്ങളെയും അള്ളാഹുവിൻ്റെ അത്ഭുതകരമായ അള്ളാഹു അവരിലേക്ക് അയച്ച ഒട്ടകത്തെയുമാണ്. അതിനൊക്കെ നിഷേധിക്കുകയാണ് അവർ ചെയ്തത്. അങ്ങനെ അടയാളങ്ങളെ അല്ലെങ്കിൽ ദൃഷ്ടാന്തങ്ങളെ ആയാത്തുകളെ അവർ നിഷേധിച്ചു. ഫഅഹ്ലക്നാഹും, അപ്പോൾ നാം അവരെ ശിക്ഷിച്ചു, ഹലാക്കിലാക്കി. എനിക്കറിയില്ല കേട്ടോ, അല്ലാഹു അഅലം. അതാണ് അത് മനസ്സിലാക്കട്ടെ. ആയിക്കോണമെന്നൊന്നുമില്ല, ആവാതിരിക്കാം. ഫഅഹ്ലക്നാഹും, നാം അവരെ ഹലാക്കിലാക്കുക എന്താണ്? അവർ ഒരുപാട് ദുരിതം അനുഭവിച്ചു കൊണ്ടുള്ള ശിക്ഷയ്ക്ക് വിധേയരായി. ബിദുനൂബിഹിം, വെറുതെ അല്ല അവരുടെ കുറ്റങ്ങൾ കാരണം. വഅഗ്റഖ്ന ആല ഫിർഔന, ഫിർഔനിൻ്റെ ആൾക്കാരെ നമ്മൾ മുക്കിക്കൊന്നു. ഈ മുങ്ങി വരണം. അള്ളാഹുവിൻ്റെ റസൂൽ കാവലിനെ ചോദിക്കാൻ പഠിപ്പിച്ചു തന്ന ഒരുപാട് ദുരന്ത മരണങ്ങളുണ്ട്, ഒരുപാട് അപായങ്ങളുണ്ട്, അപകടങ്ങളുണ്ട്. അതിനൊക്കെ ഇതാണ് അള്ളാഹു ആഴുദിക്കുന്നത് വറക്കിൽ നിന്ന് മുങ്ങി വരണം. അത് ചിലപ്പോൾ നമ്മളൊന്ന് കുളിക്കാൻ പോയതേക്കറിയാം, അവിടുന്നേക്കാളും രോഗം വരിക.
പിന്നെ വെള്ളത്തിൽ അങ്ങനെ അപസ്മാരമൊക്കെ വന്ന് കാണും, ചില കുട്ടികൾ വെള്ളത്തിൽ മുങ്ങും. അല്ലെങ്കിൽ കുട്ടികൾ 4 ആൾ, നമ്മളെ കുട്ടികളൊക്കെ പെടും അതിലേ. അവർ കുളിക്കാൻ ഇറങ്ങരുത് തന്നെ ചെറുപ്പമാണല്ലോ, ചെറുപ്പക്കാർക്കൊരു ആവേശമാണല്ലോ. എന്തുകൊണ്ട് നിരോധിക്കണത്? അവരണ്ട് ഇറങ്ങും, കല്ലിന്മ വഴുക്കി വീഴും, തലയടിച്ച് വീഴും, അല്ലെങ്കിൽ അടിയൊഴുക്കപ്പെടും. അതാണ് അല്ലാഹുമ്മ അഊദു ബിക മിനൽ ഗറഖ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഫിർഔനിന്റെ ആൾക്കാരെ മുക്കിക്കൊന്ന ചരിത്രം നമുക്കറിയാം. അപ്പോൾ അതിൽ നിന്ന് അള്ളാഹിനോട് നമ്മളും കാവലിനെ ചോദിക്കണം. ചിലപ്പം നെര്യാണിക്ക് വെള്ളമുള്ളവർക്കൊക്കെ കവുന്ന് വീടുകാട് മരിച്ചതൊക്കെ പത്രത്തിലൊക്കെ നമ്മൾ വായിക്കാറുണ്ട്. അപ്പോൾ അയാൾക്ക് വലിയ രോഗം ഉണ്ടാവും, അല്ലെങ്കിൽ അവർ ബോധം കെട്ടി ചിലപ്പോൾ തട്ടിത്തടഞ്ഞ് വീണതായിക്കാരം, അല്ലെങ്കിൽ അവിടെ വന്നപ്പോൾ സ്ട്രോക്ക് വന്ന്. അള്ളാഹു രക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അഊദു ബിക മിനൽ ഗറഖ്. നമ്മൾ ഒരു പ്രാർത്ഥന പഠിച്ചു വെക്കണമെന്നല്ല. സറക്ക്, സറക്ക് പറയുന്ന മോഷണം. നമ്മൾ പെരയിൽ മോഷണം നടക്കുക, അല്ലെങ്കിൽ നമ്മളെ പൈസ പോക്കറ്റ് അടിച്ച് പോവുക, സറക്ക്. കൊള്ളയടിക്കപ്പെടുക പലതരത്തിലുണ്ടാകും. സ്ത്രീകളുടെ ആഭരണം പോകുമ്പോൾ കൊള്ളയടിക്കപ്പെടുക, വഴിയിൽ നിന്ന് പിടിച്ചു പറിക്കുക, വീടിൽ നിന്ന് മോഷണം നടക്കുക, അതൊക്കെ. ബാങ്കിൽ നിന്ന് കൊള്ള നടക്കുക, ഓൺലൈൻ തട്ടിപ്പുകൾ. അറസ്റ്റ് ചെയ്തിട്ട് എന്താ അറസ്റ്റാണ്? ഡിജിറ്റൽ അറസ്റ്റാണ്. എന്താ അങ്ങനെ പത്രത്തിലൊക്കെ വായിക്കാറുണ്ടല്ലോ. പോലീസിൻ്റെ വേഷമൊക്കെ ധരിച്ച് കാണും, ഫോൺ ചെയ്ത്. അപ്പോൾ ഇതൊക്കെ അള്ളാഹിനോട് കാവലിനെ ചോദിക്കണം. അല്ലാഹുമ്മ അഊദു ബിക മിനൽ ഗറഖ് വസ്സറഖ് വൽ ഹറഖ്. ഹറക്ക് പറഞ്ഞാൽ എന്താ? തീപിടുത്തം. തീയിൽ പൊള്ളലേക്ക് കാറ് പോകുമ്പോഴൊക്കെ നമ്മളൊക്കെ കാറിലും വാഹനത്തിലും തീ പിടിക്കുക. കാറ്, ഓടുന്ന കാറ് തുറക്കാൻ കിട്ടാതെ അതിൽ തന്നെ കടന്ന് മരിക്കുക ചില ആൾക്കാർ. ഇതിന് ഓട്ടോമാറ്റിക് കാറിനൊക്കെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇത് ലോക്കായി പോയാൽ പിന്നെ പുറത്തുനിന്ന് തുറക്കാനും കിട്ടില്ല. അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങൾ ഇപ്പോഴുള്ള കാറുകൾക്കൊക്കെ ഉണ്ടത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ അല്ലാഹുമ്മ അഊദു ബിക മിനൽ ഹറഖി വസ്സറഖി വൽ ഗറഖ്. അതിനെ ഹറക്കാണ് ആദ്യം. അല്ലാഹുമ്മ അഊദു ബിക മിനൽ ഹറഖി വസ്സറഖി വൽ ഗറഖ് വൽ ഹദം എന്നും കൂടെ. ഹദം എന്ന് പറഞ്ഞാൽ എന്താണ്? കെട്ടിടങ്ങളൊക്കെ തകർന്നു വീഴുക, നമ്മൾ അതിൻ്റെ ചോട്ടിൽ പെടുക, മതിൽ തകർന്നു വീഴുക, ബോർഡുകളൊക്കെ ചിലപ്പോൾ ആൾക്കാരെ മേത്ത് കൂടെ തകർന്നു വീഴുക, ഷീറ്റൊക്കെ പറന്ന്, ഇതൊക്കെ. അപ്പോൾ ഗറഖ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ്, അറബി പദങ്ങൾ അറിയില്ലെങ്കിൽ അള്ളാഹ് അപകട മരണം, ദുരന്ത മരണം, ദുരിത മരണം, അതിനൊക്കെ അള്ളാഹ് വാഹനാപകടം ഒക്കെ അള്ളാഹിനോട് കാവലിച്ചു. വാഹനത്തിന് ആല ഫിറൗനിൻ്റെ ആൾക്കാരെ നമ്മൾ മുക്കിക്കൊണ്ടു. അപ്പോൾ കുല്ലുൻ കാനു ലാലിം, വെറുതെ ഒന്നല്ല, കുല്ലുൻ അവരൊക്കെയും കാനു അവരായി തീർന്നു ലാലിമീൻ അക്രമികൾ. അർത്ഥം നമ്മൾ മുമ്പ് പഠിച്ച സൂക്തങ്ങളാണെന്നാലും ഒന്നുകൂടെ പറഞ്ഞത് അവസാനിപ്പിക്കാം. കദബി ആലി ഫിർഔന, ഫിർഔനിൻ്റെ ആളുകൾക്കുണ്ടായ പതിവ് പോലെ, വല്ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പും ഉണ്ടായ ആൾക്കാരെ പോലെ തന്നെ അവർക്കിവിടെ ജീവിക്കാനുള്ള അർഹത ഇല്ലാതെ പോയപ്പോൾ അവരുടെ സംഘബലം അവരെ രക്ഷപ്പെടുത്തിയില്ല. അള്ളാഹു അവരെ നശിപ്പിക്കാൻ തീരുമാനിച്ചാൽ അവരുടെ സ്വാധീനവും സംഘബലവും അവർക്ക് ഫലം ചെയ്യുകയില്ല എന്നും കൂടി സൂചനയുണ്ട്. കദബി ആലി ഫിർഔന വല്ലദീന മിൻ ഖബ്ലിഹിം. ദഅബ് നമ്മൾ പറഞ്ഞ നടപടി, സമ്പ്രദായം, ജീവിതം അവരോടുണ്ടായ നടപടിക്രമം പോലെ തന്നെയാണ് ബാക്കിയുള്ള ആൾക്കാരെ അള്ളാഹു തആല നശിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ ഒരു തീരുമാനമാണത്, അല്ലെങ്കിൽ അള്ളാഹു പ്രഖ്യാപിച്ചിട്ടുള്ള അവൻ്റെ ഒരു നിലപാടിൽപ്പെട്ടതാണ്. അവൻ്റെ നയവും നിലപാടും അതാണ്. വല്ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പുള്ളവരെയും, കദ്ദബൂ ബി ആയാതി റബ്ബിഹിം, അവരൊക്കെയും അള്ളാഹുവിൻ്റെ വചനങ്ങളെ തള്ളിക്കളഞ്ഞു. ഈ അള്ളാഹിൻ്റെ വചനങ്ങളെ തള്ളിക്കളയുക എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിൻ്റെ അർത്ഥം? ഖുർആനിലൊരു ആയത്തിനെ നിഷേധിക്കുക എന്നല്ല, ബാക്കിയുള്ളതൊക്കെ ഉണ്ട്, ഒന്നില്ല എന്നല്ല. ആ വചനങ്ങളുടെ ആശയത്തെ ഉൾക്കൊള്ളുന്നതിന് മടി കാണിക്കുക. അതാണ് ആ വചനം എന്ത് കൽപ്പനയാണോ നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത് അതിന് നമ്മൾ പിന്തിരിഞ്ഞു പോകും. അതൊക്കെ അതിന് പലതരത്തിലുള്ള തള്ളിക്കളയലുകളും ഉണ്ടാകും. കദ്ദബൂ ബി ആയാതി റബ്ബിഹിം ഫഅഹ്ലക്നാഹും, അങ്ങനെ നാം അവരെ നശിപ്പിച്ചു. അഹ്ലക്നാഹും, ഹലാക്കിലാക്കി. അഹ്ലക്നാഹും, അവരെ ബിദുനൂബിഹിം, അവരുടെ കുറ്റങ്ങൾ കൊണ്ട്. വഅഗ്റഖ്നാ ആല ഫിർഔന, ഫിർഔനിൻ്റെ ആൾക്കാരെ നമ്മൾ മുക്കിക്കൊന്നു. വകുല്ലും കാനൂ ളാലിമീൻ, എല്ലാവരും അക്രമം ചെയ്തവരായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വചനങ്ങളെ
അവൻ ഉദ്ദേശിക്കുന്ന പ്രകാരത്തിൽ കൃത്യമായും പൂർണ്ണമായും സ്വീകരിച്ച് ജീവിച്ച് മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവും. എല്ലാതരം അപകട മരണങ്ങളിൽ നിന്നും അള്ളാഹുവിൻ്റെ കടുത്ത പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ വഹയ്യിഅ ലനാ മിൻ അംരിനാ റഷദാ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ